അപ്പോൾ കോടതിയിൽ യുവതീ പ്രവേശനം വേണം എന്ന് പറഞ്ഞ് കേസിന് പോയതാരാ? കേസിന് പോയത് BJPയുടെ സുപ്രീം കോടതിയിലെ ലീഗൽ സെല്ലിലെ സെക്രട്ടറി എന്ന് സ്വയം അവകാശപ്പെടുന്ന പ്രേരണകുമാരി. ഈ ശബരിമലയിലെ യുവതീ പ്രവേശനം വേണം എന്ന നിലപാടെടുത്ത സംഘടനയുടെ പേരെന്താ? അത് RSS. എടുത്ത നേതാവിൻ്റെ പേരെന്താ? ഭയ്യ ജോഷി. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ യുവതീ പ്രവേശനം വേണമെന്ന നിലപാട് അന്ന് CPM എടുത്തിട്ടില്ല. അത്തരമൊരു കേസിന് പോകണമെന്ന നിലപാടും CPM എടുത്തിട്ടില്ല. എന്നാൽ നോക്കൂ, ഇവിടെ കേസ് വന്നതിനു ശേഷം അത് സുപ്രീം കോടതി വിധിയായി കഴിയുമ്പോൾ ആ സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്ത പ്രധാനപ്പെട്ട നേതാവിൻ്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഈ വിഷയത്തിൽ എടുത്ത നിലപാട് അത് പിന്നീട് കേരളത്തിലെ കോൺഗ്രസിനെ ഒരുപാട് സർക്കാർ നിലപാട് അല്ല, സുപ്രീം വിധി വരുന്ന സമയത്ത് സുപ്രീം എന്താ എടുത്തിരിക്കുന്നത്? ഭരണഘടനാപരമായ ഒരു അവകാശവും ആർക്കും നിഷേധിക്കപ്പെടാൻ പാടില്ല. അങ്ങനെയല്ലേ നിലപാട് തിരുത്തി. ആ നിലപാട് തന്നെയല്ലേ വേണ്ടത്. ഭരണഘടനാപരമായി നമ്മുടെ രാജ്യത്തുള്ള എല്ലാ അവകാശങ്ങളും എല്ലാവർക്കും സാധ്യമാവണം. വിശ്വാസിയായ ഒരു യുവതി ഉണ്ടെങ്കിൽ ആ യുവതിക്ക് ശബരിമലയിൽ പ്രവേശിക്കാൻ കഴിയണം. വിശ്വാസിയാണെങ്കിൽ, വിത്ത് ഇൻവേർട്ടഡ് കോമ, വിശ്വാസികളല്ലാത്തവരുടെ കാര്യമല്ല. അപ്പോൾ വിശ്വാസികളായ ഒരു യുവതി വരുന്നില്ലെങ്കിൽ വേണ്ട, വിശ്വാസിയായ ഒരു യുവതി വരുന്നുണ്ടെങ്കിൽ വേണം എന്ന നിലപാടായിരുന്നു ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ നിലപാടിൽ നിന്നൊരു ഇഞ്ചും ഇപ്പോഴും പിന്നോട്ട് പോയിട്ടില്ല.